പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് തുടക്കം കുറിച്ച രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗം. കേന്ദ്ര സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞുള്ള പ്രസംഗത്തിൽ അഴിമതിരഹിത ഭരണം യാഥാർത്ഥ്യമാക്കി കേന്ദ്ര സർക്കാരിനെ ദ്രൗപദി മുർമു അഭിനന്ദിച്ചു. കഴിഞ്ഞ ദിവസം ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിൽ ഒപ്പുവെച്ച സ്വതന്ത്ര വ്യാപാര കരാറിനെക്കുറിച്ച് രാഷ്ട്രപതി പരാമർശിച്ചു. നയപ്രഖ്യാപന പ്രസംഗത്തിനിടെ പുതിയ തൊഴിലുറപ്പ് പദ്ധതിയെ പരാമർശിച്ചപ്പോൾ പ്രതിപക്ഷ സഭയിൽ ബഹളം വെച്ചു. പഴയ പദ്ധതി പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് രാഷ്ട്രപതി പ്രസംഗം തുടങ്ങിയപ്പോൾ തന്നെ പ്രതിപക്ഷം പ്രതിഷേധിച്ചു. ശ്രീനാരായണ ഗുരുവിന്റെ വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക, സംഘടന കൊണ്ട് ശക്തരാകുക എന്ന വാക്കുകൾ പ്രസംഗത്തിൽ രാഷ്ട്രപതി ഉദ്ധരിച്ചു. ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യ നടത്തുന്ന സേവനങ്ങൾ പരാമർശിച്ചാണ് രാഷ്ട്രപതി പ്രസംഗം അവസാനിപ്പിച്ചത്. ഫെബ്രുവരി 1-നാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ബജറ്റ് അവതരിപ്പിക്കുന്നത്. ബജറ്റ് സമ്മേളനത്തിന് മുന്നോടിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫെബ്രുവരി 1-ന് രാവിലെ 10 മണിക്ക് മാധ്യമങ്ങളെ കാണും. ഇന്ത്യ സഖ്യത്തിന്റെയും എൻഡിഎയുടെയും യോഗം സമ്മേളനത്തിന് മുന്നോടിയായി പാർലമെന്റിൽ ചേരും. ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ തുടർച്ചയായ 9ാമത്തെ ബജറ്റാണ് ഞായറാഴ്ച അവതരിപ്പിക്കുന്നത്. മൂന്നാം മോദി സർക്കാരിന്റെ 3ാമത് സമ്പൂർണ്ണ ബജറ്റാണിത്. ഏപ്രിൽ 2 വരെ 2 ഘട്ടങ്ങളിലായിട്ടാകും സഭ സമ്മേളിക്കുക. ഫെബ്രുവരി 13 വരെ ആദ്യഘട്ടവും മാർച്ച് 9 മുതൽ ഏപ്രിൽ 2 വരെ 2ാം ഘട്ടവുമായിരിക്കും സമ്മേളനം. കേരളത്തിലടക്കം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന പശ്ചാത്തലത്തിൽ മുൻകാലങ്ങളിലേതുപോലെ ബജറ്റിൽ ആദായ നികുതിയിലെങ്കിലും ഇളവുണ്ടാകുമോ എന്നതിനാണ് വലിയ ആകാംക്ഷ. എയിംസ്, അതിവേഗ റെയിൽപാത, വയനാടിന് സഹായം, കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചതിനെ മറികടക്കാൻ പാക്കേജ് അങ്ങനെയുള്ള ഒരു കൂട്ടം ആവശ്യങ്ങളിലാണ് കേരളത്തിന്റെ പ്രതീക്ഷ. പതിവ് പോലെ ഫെബ്രുവരി 1-ന് ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ ഞായറാഴ്ച ദിനമായ അന്ന് ക്രൈസ്തവരുടെ വികാരം കേന്ദ്ര സർക്കാർ മാനിച്ചിട്ടില്ല എന്നാണ് കോൺഗ്രസിന്റെ ആക്ഷേപം.